സേവ് ആപ്പിൽ ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സേവ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. നമ്മുടെ വരവ് ചെലവുകൾ നിയന്ത്രിക്കാനൊക്കെ ഉള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അത് മൈ മണി എന്നുള്ള സെക്ഷനിലാണ്. പിന്നെ മൈ ബിലോങ്ങിങ്സ് എന്നുള്ളത് നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്. മൈ ലൈഫ് എന്നുള്ളത് ടാസ്ക്, ഡയറി എഴുതുക, നമ്മുടെ ഗോൾസിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇതാണ്. ആ മൈ ലൈഫ് എന്നുള്ള മൂന്നാമത്തെ കാറ്റഗറിയിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് ഡയറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമുക്ക് നമ്മുടെ ഡയറി എഴുതാം. അപ്പോൾ ഏതാണ് ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെയിം ഡേറ്റ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ആണെങ്കിൽ അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ടുഡേ എന്നുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അതാണ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ടുഡേ എന്നുള്ള ആ ഒരു ഇത്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് എഴുതി വെക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതിന് ഒരു ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് എൻ്റർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് ഓപ്ഷൻ, അതായത് നമുക്ക് വോയിസ് കൊടുത്തിട്ട് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വോയിസിൻ്റെ മൈക്രോഫോൺ ആക്സസ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ I want to make a diary of today's activities. Sorry. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാം. പ്രസ് മൈക്ക് ബട്ടൺ. അപ്പം മൈക്ക് നമുക്കത് ടൈപ്പ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലേക്ക് നമുക്ക് അത് ഡയറി ആയിട്ട് എഴുതി സൂക്ഷിക്കാൻ പറ്റും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ആവശ്യം ബോധ്യപ്പെടുക. അപ്പോൾ ഈ ഒരു ഡയറി എന്നുള്ള ഫീച്ചർ വളരെ എഫക്റ്റീവാണ്. സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള മറ്റ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഈ സേവ് ആപ്പ് ആൻഡ് സേവ് കാർട്ട്, ഇത് രണ്ട് ആപ്ലിക്കേഷൻസും അതിനോടൊപ്പം തന്നെയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ, താങ്ക് യു.